ദേ അവിടെ പോലീസുണ്ട്. ശശി അത്യാവശ്യമായി ടൗണിൽ പോയി തിരികെ വരുന്ന വഴിയായിരുന്നു. പോയ കാര്യം സാധിക്കാത്തതിന്റെ നിരാശയിൽ മ്ലാനവദനായിരുന്നുവെങ്കിലും ഹെൽമറ്റ് വച്ചിരിക്കുന്നതിനാൽ ആ മ്ലാനത പെട്ടെന്നാർക്കും വെളിപ്പെടുകയില്ലായിരുന്നു. ശശി ബൈക്കിന്റെ വേഗം ഒന്ന് കുറച്ചു. മകനെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനായി കൊടുക്കേണ്ട തുകയ്ക്ക് ഇനിയും 1,00,000 കുറവുണ്ട്. ചിട്ടി വിളിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കയ്യിൽ കിട്ടാൻ 1 മാസമെങ്കിലും എടുക്കും. ടൗണിൽ പലവ്യഞ്ജന മദ്യവ്യാപാരം നടത്തുന്ന സുഹൃത്ത് ശ്രമിച്ചു നോക്കാമെന്നേ പറഞ്ഞിരുന്നുള്ളൂ. എങ്കിലും അതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആ പ്രതീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. ആഗോള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റിന്റെ നയങ്ങളെക്കുറിച്ചും അയൽ രാജ്യത്തിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും അരമണിക്കൂർ മുഖത്ത് നോക്കാതെ ക്ലാസ് എടുത്ത ശേഷം സുഹൃത്ത് ക്ലാസ് അവസാനിപ്പിച്ചുകൊണ്ട് മുഖത്ത് നോക്കി പറഞ്ഞു, രക്ഷയില്ല ശശി, മറ്റെന്തെങ്കിലും വഴി നോക്ക്. ഇനി സഹധർമ്മിണിയുടെ കഴുത്തിൽ കിടക്കുന്ന ആനച്ചങ്ങല മാത്രം ആശ്രയം. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. 1 മാസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇടപാടുകളിലും പലിശ നിരക്കിലും മയമൊന്നുമില്ലെങ്കിലും കുഞ്ഞച്ചന്റെ സേഫിൽ ആ ചങ്ങല 1 മാസം സുരക്ഷിതമായി ഇരുന്നോളും. 5 മണിയായതേയുള്ളൂ. 5:30 വണ്ടിക്ക് അവള് ജോലിയും കഴിഞ്ഞു വരൂ. ശശി വേഗം ഒന്നുകൂടി കുറച്ചു. നഗരപരിധി അവസാനിക്കുന്ന പാലത്തിന്റെ അടുത്ത് ഒരു പോലീസ് ജീപ്പ്. പോലീസുകാർ പരിശോധന നടത്തുകയാണ്. ബൈക്ക് ഓടിച്ചു വന്ന 2-3 പിള്ളേരെ ഇരകളായി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ശശിക്ക് പോലീസ് എന്ന് കേൾക്കുന്നു അവരെ കാണുന്നതും കലിപ്പാണ്. എന്തുകൊണ്ടാണ് പോലീസിനെ കണ്ടുകൂടാത്തതെന്ന് ശശി ഇതുവരെ തന്നോട് തന്നെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം കണ്ടെത്താനും ഒരുപക്ഷെ ശശിക്ക് കഴിയുമായിരുന്നില്ല. പോലീസ് ശശിയെ പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല. വെറുപ്പാണെങ്കിലും കാക്കി കാണുമ്പോൾ അടങ്ങി ഒതുങ്ങി പോകുന്നത് കൊണ്ടോ മുഖത്ത് ജന്മനാലുള്ള നിഷ്കളങ്കത മൂലമോ ആകാം ഇന്നുവരെ ഒരു പോലീസുകാരനും ശശിയുടെ വാഹനത്തിന് കൈ കാണിച്ചിട്ട് പോലുമില്ല. അയാൾക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടിയും വന്നിട്ടില്ല. പക്ഷെ പലരും പോലീസ് മോശക്കാരാണ് എന്ന അഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ ശശിയും അവരുടെ കൂടെ അങ്ങ് ചേരുന്നു, അത്രമാത്രം. കപ്പൽ പണ്ട് മുതലേ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ പോലീസുകാരും പണ്ട് മുതലേ ഭയങ്കരന്മാരാണ്. ഇപ്പോഴും ശശിയെയും ശശിയുടെ ഇരുചക്ര ശകടത്തെയും പോലീസ് ശ്രദ്ധിച്ചില്ല. പോലീസ് ജീപ്പിനെ കടന്ന് മുന്നോട്ട് പോയപ്പോൾ ഒതുക്കി വെച്ചിരുന്ന പോലീസ് വിരോധം ആളിക്കത്താൻ തുടങ്ങി. ദുഷ്ടന്മാർ ആ പിടിച്ചു നിർത്തിയിരിക്കുന്ന പിള്ളേരുടെ പോക്കറ്റ് കാലിയാക്കും. ശശിയുടെ പൗരബോധം സടകുടഞ്ഞെഴുന്നേറ്റു. ഭാര്യ വരാൻ ഇനിയും 1/2 മണിക്കൂറുണ്ട്. കുറച്ച് സാമൂഹ്യ സേവനമാകാം. അടുത്ത വളവ് കഴിഞ്ഞ് ശശി ബൈക്ക് നിർത്തി. എതിരെ വണ്ടി ഓടിച്ചു വരുന്നവരുടെ നേർക്ക് ഇടത് കൈയുള്ള കടലാസാക്കിയും വലത് കൈയിൽ സാങ്കല്പിക പേന പിടിച്ചുകൊണ്ടുമുള്ള മുദ്ര കാണിച്ചുകൊണ്ട് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുക തന്റെ മൗലിക അവകാശവും ചുമതലയുമാണെന്ന ധാരണയിൽ ശശി സേവനം ആരംഭിച്ചു. അവിടെ പോലീസുണ്ടെന്ന മുദ്ര മനസ്സിലാക്കിയവരിൽ ചിലർ നന്ദി സൂചകമായി ശശിയെ നോക്കി ചിരിച്ചുകൊണ്ട് വാഹനം തിരിച്ച് വന്ന വഴിയെ മടങ്ങിപ്പോയി. ചിലർ വേഗം ഒന്ന് കുറച്ച് മുന്നോട്ട് തന്നെ പോയി. അവർ അനുഭവിക്കട്ടെ. മടങ്ങിപ്പോയവർ സമ്മാനിച്ച വളിച്ച ചെരികൾ തനിക്ക് ലഭിച്ച സാമൂഹ്യ സേവനത്തിലുള്ള അവാർഡുകളായി ശശി ഏറ്റുവാങ്ങി. കഴിഞ്ഞ ആഴ്ച റോഡരികിൽ ഏതോ വാഹനം ഇടിച്ച് കിടന്നിരുന്ന ചെറുപ്പക്കാരനെ കണ്ടെങ്കിലും കാണാത്തതുപോലെ പോയതിൽ വല്ലപ്പോഴും വെക്ക് തികട്ടി വന്നിരുന്ന കുറ്റബോധത്തെ ഈ അവാർഡുകൾ കൊണ്ട് നിർവീര്യമാക്കാം. സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പോലെ ബൈക്ക് ഓടിച്ചു വന്ന 2 ചെറുപ്പക്കാരെയും കൂടി സഹായിച്ച ശേഷം ശശി സേവനം മതിയാക്കി ബൈക്ക് മുന്നോട്ടെടുത്തു. പോലീസിന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടു എന്ന ആത്മസംതൃപ്തിയുടെ ചിരി ഹെൽമറ്റിനകത്താക്കി ശശി യാത്ര തുടർന്നു. വീടിന് മുന്നിൽ ആൾക്കൂട്ടം. ബൈക്ക് നിർത്തിയോ നിർത്താതെയോ ശശി ഒറ്റച്ചാട്ടത്തിന് ആൾക്കൂട്ടത്തിനുള്ളിലെത്തി. സിറ്റൌട്ടിൽ കസേരയിൽ അവശയായി ചാരിയിരിക്കുന്ന ഭാര്യയ്ക്ക് ആരോ വെള്ളം കൊടുക്കുന്നു. തന്നെ കണ്ട് പോയി ചേട്ടാ എന്ന് നെഞ്ചത്തടിക്കാൻ തുടങ്ങിയ ഭാര്യയുടെ കൈ പതിക്കുന്നിടം വരെ തൂങ്ങിക്കിടന്നിരുന്ന ആ ആനച്ചങ്ങല അവിടെ കാണുന്നില്ല എന്ന് ഒരു ഞെട്ടലോടെ ശശി മനസ്സിലാക്കി. കുറച്ചുകൂടി മനസ്സിലാകാനുണ്ടായിരുന്നു. അത് അവിടെ കൂടിയിരുന്നവരുടെ സംഭാഷണ ശകലങ്ങളിലൂടെയും വെളിപ്പെട്ടു. ഇന്നിത്തിരി നേരത്തെ വന്നതാ. ബസ് ഇറങ്ങി കിടന്നപ്പോൾ 2 പേര് ബൈക്കിൽ പുറകെ വന്ന് പൊട്ടിച്ചോണ്ട് പോയിരുന്നു. 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത പാന്റും കറുത്ത ഷർട്ടുമാണ് 2 പേരും ഇട്ടിരുന്നത്. താൻ അവസാനമായി സഹായിച്ച സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന പോലെ വണ്ടി ഓടിച്ചു വന്ന ചെറുപ്പക്കാർ ശശിയുടെ തലച്ചോറിനുള്ളിൽ അതേ വേഗത്തിൽ ഒരു റൗണ്ട് വെച്ചു. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അവരെല്ലാവരെയും നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇയാളുടെ മുഖത്തേക്ക് നോക്കി തളർന്ന സ്വരത്തിലും പിന്നീട് ഒരു പുച്ഛ സ്വരത്തിലും ശശി മുഴിഞ്ഞു. എവിടെ കിട്ടാൻ, നമ്മുടെ പോലീസല്ലേ.